രണ്ടുപേരും ഉണ്ടല്ലോ, എന്ത് പറ്റി? ഡോക്ടറെ, ചേട്ടന് ഒരാഴ്ചയായി കണ്ണിന് നല്ല മഞ്ഞപ്പുണ്ട്. അപ്പൊ നല്ലോണം മദ്യപിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ടെസ്റ്റൊക്കെ നടത്തിയായിരുന്നു. അപ്പൊ ജോലിക്കും പോകുന്നില്ല, 2 കുപ്പിയൊക്കെ കഴിക്കാറുണ്ട്. അപ്പൊ ഒന്ന് ടെസ്റ്റ് ചെയ്ത റിസൾട്ടായിട്ട് വന്നതാ. നല്ല ക്ഷീണമുണ്ടോ ആൾക്ക്? ക്ഷീണമുണ്ട്, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഇതിപ്പോ മഞ്ഞപ്പ് കൂടുതലാണല്ലോ ചേച്ചി. ഇതിപ്പോ ബിൽറൂബിൻ ഏകദേശം 10ഓളം ഉണ്ട്. അത് കുറച്ച് പരിശോധനകളൊക്കെ എഴുതി തരാം. ഇത് മദ്യം കാരണമുള്ള മഞ്ഞപ്പിത്തമാണ് കേട്ടോ. നമുക്ക് കുറച്ച് സ്കാനും കാര്യങ്ങളും ചെയ്യണം. ഇനി എന്തായാലും മദ്യം ഉപയോഗിക്കാതെ ഇരിക്കണം മാക്സിമം കേട്ടോ. അതിനെന്താന്നുള്ള മരുന്നുകൾ ഞാൻ എഴുതി തരാം. ഓക്കെ. ഹലോ എവ്രിവൺ, ഞാൻ ഡോക്ടർ മായ പീതാംബരൻ, ഗാസ്ട്രോൻട്രോളജിസ്റ്റ് ആണ്. ഗാസ്ട്രോ കെയർ എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമിതമായ മദ്യപാനം കരളിനെ ഗുരുതരമായി ബാധിക്കുമെന്നും മഞ്ഞപ്പിത്തം ഉണ്ടാക്കുമെന്നും നിങ്ങൾക്ക് അറിയാമോ? മദ്യം കാരണം കരൾ വീക്കം ഉണ്ടാകുന്നതിനാണ് നമ്മൾ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. കണ്ണിൽ മഞ്ഞ ഉണ്ടാവുക, ക്ഷീണം, വിശപ്പില്ലായ്മ, അതുപോലെ വയറ് വീർത്ത് വരിക, കാലിൽ നീര്, ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ രക്തം ഛർദ്ദിച്ചും ആളുകൾ വരാറുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം ഒന്ന് ലോങ് ടേം ആൽക്കഹോൾ, വളരെ നാളായി ദീർഘനാളായി ആൽക്കഹോൾ ഉപയോഗിച്ചിരുന്ന ആൾ പെട്ടെന്ന് ആൽക്കഹോളിൻ്റെ എമൗണ്ട് കൂട്ടുക, അല്ലെങ്കിൽ ബിഞ്ച് ഡ്രിങ്കിങ്, അതായത് ഒറ്റയിരുപ്പിന് വളരെയധികം ആൽക്കഹോൾ കഴിക്കുകയും അതോടൊപ്പം തന്നെ പോഷകക്കുറവ്, അതായത് ഭക്ഷണം വളരെ കുറച്ച് കഴിക്കുകയും ചെയ്യുന്ന ആളുകൾ പെട്ടെന്ന് കരൾ വീക്കം ഉണ്ടാവുകയും മഞ്ഞപ്പിത്തമായിട്ട് ഉണ്ടാവുകയാണ് സാധാരണ കാണുന്നത്. ഇതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ രോഗലക്ഷണങ്ങളോടൊപ്പം തന്നെ ചില രോഗികൾ ചിലപ്പം ഈ രോഗി നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആൽക്കഹോൾ എല്ലാം മാറ്റി നിർത്തിയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ ദേ മേ ഓൾസോ ഗോ ഫോർ ആൽക്കഹോൾ വിഡ്രോവൽ. അത് പെട്ടെന്ന് സംഭവമായ കൈ വിറയ്ക്കുക, പിന്നെ ഹാലൂസിനേറ്റ് ചെയ്യുക, ദേഹത്തൂടെ പാമ്പ് ഊർന്നു പോകുന്ന പോലെ ഫീലിംഗ്, ഇങ്ങനെ പല പല സിംറ്റംസ് ആയിട്ടായിരിക്കും പലപ്പോഴും രോഗി നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മൾ സിമ്പിൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റ്, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, അൾട്രാസൗണ്ട് സ്കാന്, അതുപോലെ ചില രോഗികൾക്ക് ഫൈബ്രോ സ്കാൻ യൂഷ്വലി നമ്മൾ ഈ ആൽക്കഹോൾ ഹെപ്പറ്റൈറ്റിസ് സ്റ്റേജിൽ ചെയ്യാറില്ല. കാരണം വീക്കം ഒന്ന് കുറഞ്ഞതിന് ശേഷം ചെയ്താൽ നമുക്ക് ഫുൾ കറക്റ്റ് വാല്യൂ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ പ്രധാന ചികിത്സ എന്താണെന്ന് വെച്ചാൽ മദ്യം അവോയ്ഡ് ചെയ്യുക, സ്റ്റോപ്പ് ആൽക്കഹോൾ, സ്റ്റോപ്പ് ഓൾ ഫോംസ് ഓഫ് ആൽക്കഹോൾ. അതിനോടൊപ്പം തന്നെ ഇംപ്രൂവ് ലിവർ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായി ഭക്ഷണം കഴിക്കുക, പ്രോട്ടീൻ അടങ്ങുന്ന ഭക്ഷണങ്ങൾ, ലിവർ റിക്കവറിക്ക് ഉതകുന്ന ഭക്ഷണങ്ങൾ ഇൻടേക്ക് കൂട്ടുക. അതുപോലെ ഈ സ്ഥിരമായി മദ്യം ഉപയോഗിക്കുന്ന ആളുകളിൽ ചില വൈറ്റമിൻസ്, പ്രത്യേകിച്ച് തൈമിൻ, B12 മുതലായ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ട്. ഈ വൈറ്റമിൻസ് എല്ലാം നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ആൽക്കഹോൾ വിഡ്രോൾ ഉള്ള രോഗികൾക്ക് അതിൻ്റേതായ മെഡിക്കേഷൻസ് കൊടുക്കേണ്ടതായി വരും. പിന്നെ ഇത്രയൊക്കെ ചെയ്തിട്ടും മഞ്ഞപ്പ് കുറയുന്നില്ലെങ്കിൽ നമുക്ക് വേറെ കുറച്ച് മെഡിസിൻസ് കൂടെ ഇപ്പം വി ക്യാൻ സ്റ്റാർട്ട് ദം ഓൺ ദോസ് മെഡിസിൻസ് ഓൾസോ.